ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ പ്രകൃതി നോക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ നിയമമുണ്ട്. പലതരത്തിലുള്ള ഊർജം ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ എനർജി ലെവൽ കൂടുന്നതനുസരിച്ച് ആരോഗ്യവും സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പങ്കാളികളെ സംബന്ധിച്ച് സംതൃപ്തമായ ദാമ്പത്യത്തിനും ഒരു പ്രത്യേക എനർജി ലെവൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ലൈംഗികതയിലും അതിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്. അതറിഞ്ഞെങ്കിൽ മാത്രമേ രണ്ട് കൂട്ടർക്കും ഇതിനകത്ത് സംതൃപ്തി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇതിനകത്ത് വേഗത കൂട്ടേണ്ട ഒരു സമയമുണ്ട്. അതേതാണെന്നാണ്. അതുപോലെ ആ സമയത്തുള്ള പങ്കാളിയുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ദാമ്പത്യത്തിനകത്തുള്ള സന്തോഷവും സംതൃപ്തിയൊക്കെ ദീർഘനാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. ഒരു ഭാഗത്ത് പോസിറ്റീവാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നെഗറ്റീവായിരിക്കും. അപ്പോൾ കിട്ടുന്ന സാഹചര്യങ്ങളെ മാക്സിമം ഇതിനകത്ത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തണം. ഇപ്പം നമ്മൾ ഏത് കാര്യം എടുത്താലും എല്ലാവർക്കും ഒരേ രീതി എന്നൊരു കൺസെപ്റ്റ് ഇല്ലല്ലോ, പ്രത്യേകിച്ചും ലൈംഗികതയിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഏത് രീതിയും അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ അത് രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഫോർപ്ലേയുടെ സമയത്ത് പങ്കാളിയുടെ ഇഷ്ടത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ കൂടുതൽ സന്തോഷമാവും. ഇതിനകത്ത് ഓരോരുത്തരുടെയും ഫാൻറ്റസികളും ചിന്തകളും അഭിരുചികളും ഒക്കെ വ്യത്യസ്തമാണ്. അതുപോലെ പകൽ സമയത്താണെങ്കിലും പങ്കാളികൾ മാത്രം വീട്ടിലുണ്ടാകുന്ന ചില സാഹചര്യം ഉണ്ടാവുമല്ലോ. ഈ സമയത്ത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില രീതികളൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട ആകർഷണം കൂട്ടുന്ന വേഷം ധരിക്കാം, പിന്നെ റോൾ മോഡൽ ചെയ്യാം. അതിനകത്തു നിന്നൊക്കെ നമുക്കൊരു പുതുമയുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേണം. എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേർക്കും തീവ്രമായിട്ടുള്ള ഒരു ഇഷ്ടം വേണം, ആകർഷണം വേണം. എങ്കിൽ മാത്രമേ അവിടെ ആ രീതിയിലുള്ളൊരു വൈബ്രേഷൻ ഉണ്ടാകത്തുള്ളൂ, എനർജി ലെവൽ ഉണ്ടാകത്തുള്ളൂ. തന്നെയല്ല, ഒരു വ്യക്തിക്ക് സ്വയം ഇതിനകത്തൊരു താല്പര്യവും വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർക്കാം, ഭാവന കാണാം, അങ്ങനെ സ്വയം ഒരു മൂഡുണ്ടാക്കിയെടുക്കാം. ഇതൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് അവരെപ്പോഴും ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ചില പങ്കാളികളെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവർക്ക് ഈ രീതിയിലുള്ള ആകർഷണം പരസ്പരം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ വളരെ പാടാണ്. എന്നാൽ നല്ല താല്പര്യമുള്ള, നല്ല ആകർഷണമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുകയാണെങ്കിലോ അവിടെ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. എന്ത് ചെയ്താലും മതിയാകത്തില്ല. ഇവിടെ നമ്മൾ അറിയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് നിസ്സാരമായൊരു ഊർജ്ജമല്ല, അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഊർജ്ജ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം ആഗ്രഹിക്കുമ്പോഴും നേടിത്തരുന്നതും. അപ്പോൾ ഏത് രീതിയിലുള്ള പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ ബേസ്മെൻറ്റ് ഈ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പം തന്നെ രണ്ട് പേരും നന്നായിട്ട് വാമപ്പ് ആകുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിലും ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട ഒരു ഗിയർ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള ഫീലിങ്സാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുന്നുണ്ട്. അതുപോലെ ബ്രെയിനിലെ എല്ലാ കോശങ്ങളും നന്നായിട്ട് ആക്റ്റീവ് ആകുന്നു. പ്രത്യേകിച്ചും കാലിൻ്റെ ചലനങ്ങൾ, കൈയുടെ ചലനങ്ങൾ, കണ്ണിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയാണ് കുറച്ച് വേഗത കൂട്ടേണ്ട സമയം. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ സംബന്ധിച്ച് ഇതിനകത്ത് കുറച്ച് പ്രാക്ടീസ് വന്നു കഴിയുമ്പോൾ ചില ശബ്ദങ്ങളിൽ കൂടി തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പങ്കാളിയുടെ റെസ്പോൺസിനനുസരിച്ചൊന്ന് പോയി നോക്കിക്കേ, നിങ്ങൾക്ക് പൂർണ്ണമായ സംതൃപ്തി തീർച്ചയായിട്ടും ഉറപ്പാക്കാൻ പറ്റും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.